Welcome back, dear students. We are here with a new video after a long time, after the Onam vacation, after some part of the celebration, and here we are again back to the studies. Now in this new unit, our first chapter is a poem which is a very fresh and which has new ideas, a poem named Mending Wall. അല്ലേ, മെൻഡിങ് വാൾ എന്ന പേരുള്ള ഒരു കവിതയാണ്. അതോടുകൂടിയാണ് നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് ആരംഭിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ ബൈ എ വെരി ഫേമസ് അമേരിക്കൻ പോയറ്റ് നെയ്മഡ് റോബർട്ട് ഫ്രോസ്റ്റ്. പക്ഷേ റോബർട്ട് ഫ്രോസ്റ്റ് എന്നുള്ളൊരു പേര് കേൾക്കുന്ന സമയത്ത് തന്നെ എൻ്റെ മനസ്സിൽ തോന്നുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുടെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട 4 വരികളാണ് എനിക്കെന്നും ഓർമ്മ വരാറുള്ളത്. ദാറ്റ് വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ്, ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കവിത സ്റ്റോപ്പിംഗ് ബൈ ദ വുഡ്സ് ഓൺ എ സ്നോയി ഈവനിങ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിലെ അവസാനത്തെ 4 വരികളാണ് ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വരികൾ, അദ്ദേഹത്തിൻ്റെ കവിതയിൽ വന്നിരിക്കുന്ന ഈ വരികൾക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഏറ്റവും ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു, അദ്ദേഹം പറയപ്പെടുന്നത് അദ്ദേഹം ഒരു ഡയറി സൂക്ഷിച്ചിരുന്നു എന്ന്. ഹീ കെപ്റ്റ് എ പേഴ്സണൽ ഡയറി to himself, and on his deathbed, while he was not well, on his deathbed he kept this diary besides him, and these lines by Robert Frost were underlined by him. Maybe it reminded him of the responsibilities he had towards his nation. അല്ലേ, അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ചും അങ്ങനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു 4 വരികൾ. അല്ലേ, നമുക്കെല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കടമകൾ വേറെയുണ്ട് എന്നൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു 4 വരികൾ എന്ന് റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഈ കവിതയിലൂടെ സ്റ്റോപ്പിംഗ് ബൈ ദ വുഡ്സ് ഓൺ എ സ്നോയി ഈവനിങ്, ആ കവിതയിലത്തെ 4 വരികൾ, അതിലൂടെ എനിക്ക് ഓർമ്മ വരുന്ന ഒരു 4 വരികളാണ് നിങ്ങളോട് ഷെയർ ചെയ്തത്. ഇനി നമുക്കിവിടെ പഠിക്കാനുള്ള കവിത എന്ന് പറയുന്നത് ഈസ് മെൻഡിങ് വാൾ ബൈ റോബർട്ട് ഫ്രോസ്റ്റ്. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ മെൻഡിങ് വാൾ എന്ന കവിത. ഓക്കെ, അപ്പോൾ റോബർട്ട് ഫ്രോസ്റ്റിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ദാറ്റ് ഹീ ഈസ് ആൻ അമേരിക്കൻ പോയറ്റ്. അല്ലേ, അമേരിക്കൻ പോയറ്റാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഹീ ഈസ് നോട്ട് വെരി ഹൈലി എഡ്യൂക്കേറ്റഡ് പോയറ്റ്, ബട്ട് he is very closely associated with the lives of the people, especially of New England farmers. ഓക്കെ, അപ്പോൾ ആ ഫാമേഴ്സ്, അവരുടെ ജീവിതം, അവരുടെ ചുറ്റുപാടുകൾ, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് പ്രിയപ്പെട്ടതായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ടോപ്പിക്സിനെ കുറിച്ച് അദ്ദേഹം ഒരുപാട് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ടാണ് ഒന്ന് നമ്മൾ പറഞ്ഞു, സ്റ്റോപ്പിംഗ് ബൈ ദ വുഡ്സ് ഓൺ എ സ്നോയി ഈവനിങ്. ബേർച്ചിസ് എന്ന് പറയുന്ന ഒരു കവിത, അതും അദ്ദേഹത്തിൻ്റെ തന്നെയാണ്. ബേർച്ചിസ് എന്ന് പറയുന്ന ഒരു കവിത. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഉള്ള ഈ കവിത എന്ന് പറയുന്നത് മെൻഡിങ് വാൾ എന്ന് പറയുന്ന ഒരു കവിത, ഇത് അദ്ദേഹത്തിൻ്റെ പോയട്രി കളക്ഷനാണ്. അല്ലേ, കവിതാ സമാഹാരം എന്ന് പറയുന്നത്. അപ്പോൾ ആ പോയട്രി കളക്ഷൻ എന്താ, നോർത്ത് ഓഫ് ബോസ്റ്റൺ എന്ന് പറയുന്ന പോയട്രി കളക്ഷൻ. ഓക്കെ, നോർത്ത് ഓഫ് ബോസ്റ്റൺ, ആ കവിത സമാഹാരത്തിൻ്റെ ആദ്യത്തെ കവിതയാണ് മെൻഡിങ് വാൾ എന്ന് പറയുന്നത്. ഇത് എഴുതപ്പെട്ടത് 1914 1914. ഓക്കെ, അപ്പോൾ 1914 ഒരു പ്രത്യേകത എല്ലാവർക്കും ചിലപ്പോൾ അറിയുന്നുണ്ടാവും. അല്ലേ, വേൾഡ് വാർ എല്ലാം തുടങ്ങുന്ന ഒരു കാലഘട്ടം. അല്ലേ, എല്ലായിടത്തും യുദ്ധം, കലഹം, അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ. ആ ഒരു സമയത്ത് എഴുതപ്പെട്ട ഒരു കവിതയാണ് എന്ന് നമുക്ക് അതിലൂടെ പറയാൻ കഴിയും. എല്ലാവരും അതിരുകൾ കുറിക്കുന്നു, അല്ലെങ്കിൽ എല്ലാവരും എല്ലാത്തിൻ്റെയും പരിധികൾ നിശ്ചയിക്കുന്നു. Okay, everyone has boundaries, people are making limitations even to land, even to their thoughts. അല്ലേ, നമ്മൾ ഈ പരിധികൾ വയ്ക്കുക അല്ലെങ്കിൽ അതിരുകൾ കുറിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ ഭൂവിസ്തൃതിയിൽ മാത്രം വരുന്ന കാര്യങ്ങളല്ല. റോബർട്ട് ഫ്രോസ്റ്റിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് ഈ കവിതയെക്കുറിച്ചിട്ടുള്ള കുറച്ച് ജനറൽ കാര്യങ്ങൾ പറയാം. Then we will go to a line by line discussion, and finally we will go to the poetic devices
to the diction of the poetry, okay, the rhyme scheme and other things. അപ്പോൾ അങ്ങനെ 3 സെക്ഷനായിട്ട് നമുക്ക് അത് നമ്മുടെ ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ അപ്രീസിയേഷൻ എഴുതുന്ന ഒരു രീതിയിൽ തന്നെ നമുക്കിതിൻ്റെ ഒരു ക്ലാസ് നമുക്ക് കണ്ടക്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ റോബർട്ട് ഫ്രോസ്റ്റിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. റോബർട്ട് ഫ്രോസ്റ്റ് എന്ന് പറയുന്നത് ഹി വാസ് എ ഫേമസ് അമേരിക്കൻ പോയറ്റ്. യെസ്, ആൻഡ് ഇൻ ദിസ് പോം Mending Wall is the introduction poem of his second poetry collection named North of Boston. And this poem was written in 1914 by Robert Frost. Okay, so these are some of the things about Robert Frost and the background of the poetry. Now when we say about Mending Wall, we know what is a wall അല്ലെ. വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഇനി മെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വാട്ട് ഈസ് മെൻറ്റ് ബൈ മെൻഡിങ് അല്ലെ. മെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിനെ ഒന്നും കൂടി കെട്ടിപ്പടുക്കുക, ടു മേക്ക് ഇറ്റ് അഗെയിൻ എന്ന് പറയുന്നത്. സംതിങ് തിങ് വിച്ച് ഇസ് മെയ്ഡ് ഓൾറെഡി ബട്ട് ഇറ്റ് ഹാസ് സം വെയർ ആൻഡ് ടെയർ, അതിന് എന്തൊക്കെയോ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ആൻഡ് നൗ വി ആർ റിപ്പയറിങ് ഇറ്റ്. ഓക്കെ, അതിനെയാണ് മെൻഡിങ് എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ജസ്റ്റ് റിപ്പയറിങ് ഇറ്റ്. അപ്പോൾ വി ആർ ഹിയർ റിപ്പയറിങ് എ വാൾ. ഓക്കെ, ആ ഒരു മതിലുണ്ട്, അതിനെ റിപ്പയർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ള കാര്യങ്ങൾ, ചിന്തകൾ, ഓക്കെ, വാട്ട് എവർ ഗോസ് ത്രൂ ഹിസ് മൈൻഡ്, വാട്ട് എവർ ഹീ ടെൽസ് ടു അതേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ ചേർത്തിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു കവിതയാണ് മെൻഡിങ് വാൾ എന്ന് പറയുന്നത്. Okay, and it has about 40 to 45 lines. It is written in blank verse. Okay, blank verse എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ we will deal in the final part of this video. Okay, and now when we go to Mending Wall, ഈ മെൻഡിങ് വാളിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഒരു സെറ്റിംഗ് അല്ലെങ്കിൽ ഇത് ഏതൊരു എങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഇത് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു he loves to write, or he usually writes the poetry about New England farmers. Okay, so ഇതും അതേ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഒരു കവിതയാണ്. There are 2 farmers and they are repairing a wall. ഈ 2 ക്യാരക്ടേഴ്സ് മാത്രമേ ഈ കവിതയിലുള്ളൂ. 2 ഫാമേഴ്സ് എന്ന് പറയുന്ന ക്യാരക്ടേഴ്സ്, അവർ 2 പേരും ചേർന്ന് ഒരു വാൾ അതിനെ മെൻഡ് ചെയ്യുന്നു, അതിനെ റിപ്പയർ ചെയ്യുന്നു, അങ്ങനെയുള്ള ഒരു കവിതയാണ്. ആൻഡ് നൗ ഓട്ടോമാറ്റിക്കലി വിൽ തിങ്ക് വൈ, എന്തിനാണ് അവരങ്ങനെ ഒരു വാൾ മെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെയുള്ള വാളാണ് അവർ മെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ കവിതയുടെ ഉള്ളിൽ കൂടെ എല്ലാം ഡീൽ ചെയ്യും. ദെൻ ആഫ്റ്റർ വിൻ്റർ ദേ ബോത്ത് മീറ്റ് ആൻഡ് ദേ ആർ മെൻഡിങ് എ വാൾ. ഓക്കെ, ഒരു ദീർഘമായിട്ടുള്ളൊരു തണുപ്പ്, വിൻ്റർ, അത് കഴിഞ്ഞിട്ട് അവർ 2 പേരും കൂടി കണ്ടുമുട്ടുന്നു. എന്നിട്ട് ഈ ഒരു വാൾ മെൻഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. ഓക്കെ, നൗ ലെറ്റ്സ് റീഡ് ദ സ്റ്റാർട്ടിംഗ് ലൈൻസ്. Something there is that doesn't love a wall, that sends the frozen ground swell under it and spills the upper boulders in the sun and makes gaps even 2 can pass abreast. Okay, so the writer at first ആദ്യം തന്നെ പറയുന്നു, there is something in this nature that doesn't love a wall. ഈ മതിൽ ഇഷ്ടപ്പെടാത്ത എന്തോ ഒന്നുണ്ട് നമ്മുടെ ചുറ്റും. അത് എന്താണ് എന്ന് അദ്ദേഹത്തിനും അറിയില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വരുന്നു. ആൻഡ് ഹീ സേസ് ദാറ്റ് സെൻസ് ദ ഫ്രോസൺ ഗ്രൗണ്ട് സ്വെൽ അണ്ടർ ഇറ്റ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ അതിശൈത്യം അല്ലേ, തീവ്രമായിട്ടുള്ള തണുപ്പാണ് ഉണ്ടാകാറ്. ദെയർ വിൻ്റർ, സ്നോ ഫോൾസ് ഡ്യൂറിങ് ദെയർ വിൻ്റർ. നമ്മുടെ ഇവിടെയൊക്കെ മഞ്ഞുണ്ടെങ്കിലും ഒരു മൂടൽ മഞ്ഞ് പോലെ അത്രയൊക്കെ ഉള്ള ഒരു തണുപ്പേ ഉണ്ടാവാറുള്ളൂ. പക്ഷേ they have severe winter, and in that winter what happens is that the ground swells. സാധാരണ അങ്ങനെയാണ് സംഭവിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിലും പിന്നെ അതേപോലെ തന്നെ അവിടെയൊക്കെ അടങ്ങിയിരിക്കുന്ന ജലാംശം
ഇറ്റ് ഈസ് ഫ്രോസൺ, ഇറ്റ് ബിക്കംസ് ഫ്രോസൺ. അതെല്ലാം എന്താ ഐസ് പോലെ ആയി മാറും. അതുകൊണ്ട് തന്നെ അത് ഇങ്ങനെ വിള്ളാൻ തുടങ്ങും, അത് സ്വെല്ല് ചെയ്യാൻ തുടങ്ങും, വീർത്ത് വരാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ ഓരോ ഭാഗങ്ങൾ, ജലാംശം അധികമുള്ള ഭാഗത്ത് കൂടുതലായി പൊങ്ങി വരും, കുറവുള്ളിടത്ത് അങ്ങനെ വരില്ല. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ്, ഓട്ടോമാറ്റിക്കലി ആ ഭാഗത്തിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന കല്ലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വസ്തുവോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വീഴും അല്ലേ. അങ്ങനെയാണ് സംഭവിക്കുക. പ്ലെയിൻ ആയിട്ടുള്ള ഒരു സർഫേസാണ്, പെട്ടെന്ന് അവിടെ ഒരു സ്വെല്ലിംഗ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗത്ത് എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ fall down. Okay, so that is happening there. That sends the frozen ground swell under it. Okay, there is something that doesn't like this wall. ഈ മതിലിനെ ഇഷ്ടപ്പെടാത്ത എന്തോ ഉണ്ട്. അപ്പോൾ ആ ഇഷ്ടപ്പെടാത്ത ആ വസ്തുവോ അല്ലെങ്കിൽ ആ ജീവിയോ അല്ലെങ്കിൽ എനിത്തിങ്, എ സ്പിരിറ്റ്, അതെന്ത് ചെയ്യുന്നു, ഇറ്റ് ഈസ് സെൻഡിങ് ദിസ് ഫ്രോസൺ ഗ്രൗണ്ട് സ്വെൽ. അത് ഈ ഫ്രോസൺ ഗ്രൗണ്ട് സ്വെല്ലിനെ അവിടേക്ക് പറഞ്ഞയക്കുന്നു. ഇറ്റ് ഈസ് സെൻഡിങ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് സെൻഡിങ് ദ ഫ്രോസൺ ഗ്രൗണ്ട് സ്വെൽ അണ്ടർ ഇറ്റ്. നമുക്കറിയാം അത് പ്രകൃതിയിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. വെള്ളം തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്താ ഐസായി സ്വാഭാവികമായും സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ സയൻസ് നമ്മൾ ലിറ്ററേച്ചറിലേക്ക് കൊണ്ടുവന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെക്കുറിച്ച് ഇമാജിനേഷൻ പ്രൊവൈഡ് ചെയ്യും അല്ലേ. അപ്പോൾ വി ആർ ഇമാജിനിങ് ദാറ്റ് ഈ ഒരു സ്വെല്ലിങ് അവിടെ പറഞ്ഞയക്കുന്ന എന്തോ ഒന്നുണ്ട് എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, and spills the upper boulders in the sun, and that something which is sending the ground swell, ആ സംതിങ് എന്തോ ഒന്നുണ്ട്, അത് ഈ ഗ്രൗണ്ട് സ്വെല്ലിനെ അവിടേക്ക് കൊണ്ടുവരുന്നു. ആൻഡ് അത് കാരണം എന്താ സംഭവിക്കുന്നത്, ഇറ്റ് സ്പിൽസ് ദ അപ്പർ ബൗൾഡേഴ്സ്. നമ്മൾ ഈ മെൻഡിങ് വാൾ അവിടെ മെൻഡ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഈ വാൾ എങ്ങനെയുള്ളതാണ്, ജസ്റ്റ് കല്ലുകൾ, ഓരോ കല്ലിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നു. അങ്ങനെ മാത്രമുള്ള ഒരു വാളാണ്. അല്ലാണ്ട് അവിടെ സിമെൻറ്റ് വെച്ച് തേക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് അങ്ങനെ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ചെയ്യുകയോ അങ്ങനെ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഇവർ സാധാരണ ഒരു കല്ലിൻ്റെ മീതെ വെക്കുക, അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ആയിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം, സ്വാഭാവികമായിട്ടും അതിൻ്റെ അടിയിൽ ബേസ് ഇളകിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മുകളിലുള്ളത് വീഴും. സോ ദാറ്റ് ഈസ് ഹാപ്പനിങ് ദെയർ. അപ്പോൾ അങ്ങനെ വീണ് കഴിയുമ്പോൾ ആൻഡ് സ്പിൽസ് ദ അപ്പർ ബൗൾഡേഴ്സ് ഇൻ ദ സൺ, അങ്ങനെ വീണ് കഴിയുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ് നെക്സ്റ്റ്, ഇറ്റ് മേക്സ് ഗ്യാപ്സ് ഈവൻ ടു ക്യാൻ പാസ് ബ്രസ്റ്റ്. ഓക്കെ, അങ്ങനെ വീണ് കഴിയുമ്പോൾ അത് കാരണം സംഭവിക്കുന്നത് എന്താണ്, ദർ ഇസ് ഗ്യാപ്പ്, അവിടെ ഗ്യാപ്പുകൾ ഉണ്ടാവുന്നു, വിടവ് വരുന്നുണ്ട്. ആ വോളിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഗ്യാപ്പ് വന്ന്, ആൻഡ് എങ്ങനെയുള്ള ഗ്യാപ്പാണ്, ചെറിയ ഗ്യാപ്പോ അങ്ങനെയുള്ളതൊന്നും അല്ല. രണ്ട് പേർക്ക് സുഖമായി പാസ് ചെയ്യാൻ കഴിയുന്ന, രണ്ട് പേര് ചേർന്ന് നിന്നാൽ തന്നെ, അബ്രസ്റ്റ് എന്ന് പറയുമ്പോൾ രണ്ട് പേരിങ്ങനെ ചേർന്ന് നിന്ന് പോവുകയാണെങ്കിൽ അത്രയും സ്ഥലം അവിടെ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. സോ 2 people can pass at the same time. So there is something here that doesn't love a wall, that doesn't like this wall. It may be nature, it may be God, it may be some animal. Okay, we don't know that. So that something, what is it doing? It is sending frozen ground swell into it. It is sending this frozen ground swell, that phenomena. It is sending that into the ground, and because of which what happens, the ground swells and the boulders of rocks or the stones which are kept one above another. Okay, it is not cemented, it is just kept one above another, that is falling down. Okay, that is falling down, and it is creating gap, and it is creating a big gap that even 2 people can pass at the same time. So this is the first 4 lines. Now let us see the next. The work of hunters is another thing. I have come after them and made repair, where they have left not one stone on a stone, but they would have the rabbit out of hiding. To please the yelping dogs, I mean, the gaps, I mean, no one has seen them.
made or heard them made. But at spring mending time we find them there. In these lines, what do we see? First, the writer says, next, ഇനി എന്തോ ഒന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ, ആദ്യത്തെ 4 വരിയിൽ എന്തോ ഒന്നുണ്ട് അവിടെ പ്രകൃതിയിൽ, ഈ എന്താ വാളിനെ ഇഷ്ടപ്പെടാത്ത എന്തോ ഒന്നുണ്ട് എന്ന് പറഞ്ഞു. നൗ ഹി സേസ് ദാറ്റ് ഇറ്റ് മൈറ്റ് ബി ദ വർക്ക് ഓഫ് ഹണ്ടേഴ്സ്. ഡു യു തിങ്ക് സോ? ഇസ് ഇറ്റ് ദ വർക്ക് ഓഫ് ദ ഹണ്ടേഴ്സ്? ഹണ്ടേഴ്സാണോ? ഹണ്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, വേട്ടക്കാർ. അപ്പോൾ അവർ പണ്ടെല്ലാം ഈ വേട്ടക്കാർ നായ്ക്കളെ കൊണ്ടാണ് ഇറങ്ങുക, സോ ദാറ്റ് ദ ഡോഗ്സ് ക്യാൻ സ്മെൽ വെയർ ദീസ് ആനിമൽസ് ആർ ആൻഡ് ദീസ് ഹണ്ടേഴ്സ് ക്യാൻ റൺ ആഫ്റ്റർ ദം. അപ്പോൾ ആ രീതിയിലാണ് അവർ ആ ഹണ്ടിങ് പ്രോസസ്സെല്ലാം നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഹണ്ടേഴ്സിൻ്റെ പണി ആയിരിക്കുമോ എന്ന് അദ്ദേഹം കരുതുന്നു. പക്ഷേ ദെൻ ഹി സേസ് നോ, ഇറ്റ്സ് നോട്ട് ദെം, ബിക്കോസ് വാട്ട് ഹാപ്പൻ, ഐ ഹാവ് കം ആഫ്റ്റർ ദെം, ഞാൻ അവരുടെ പുറകെ വന്നിട്ടുണ്ട്. ആൻഡ് മെയ്ഡ് റിപ്പയർ, ഐ ഹാവ് മെയ്ഡ് റിപ്പയർ, ഇറ്റ്സ് നോട്ട് ദെം. Okay, it's not the hunters. I have come after them and I have made repair just after they have finished their hunting. What do they do? അവരെന്താ ചെയ്യുന്നത്? Where they have left not one stone on a stone, but they would have the rabbit out of hiding. അവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഒരു കല്ലിൻ്റെ മീതെ ഒരു കല്ല് അവിടെ വെക്കാൻ സമ്മതിക്കില്ല, എല്ലാം തകർത്തിട്ടുണ്ടാകും. പക്ഷേ അതിൻ്റെ അവസാനം എന്താ സംഭവിക്കാം, അതിൻ്റെ ഇടയിൽ റാബിറ്റ്സ് ഒളിച്ചിരിക്കുന്നുണ്ടാവും. ഓക്കെ, ആ റാബിറ്റ്സ് എല്ലാം ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. ആ റാബിറ്റ്സിനെ അതിൻ്റെ ഹൈഡിങ് പ്ലേസിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് ചാടിക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്ലീസ് ദ യെൽപ്പിംഗ് ഡോഗ്സ്. ഓക്കെ, യെൽപ്പിംഗ് ഡോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ നായ്ക്കളൊക്കെ ഒരുമാതിരി സൗണ്ട് ഉണ്ടാക്കും അല്ലേ, ഈ ഓരിയുടെ മോങ്ങുന്ന പോലെയുള്ള ഒരു സൗണ്ട്. അപ്പോൾ അങ്ങനെ ഡോഗ്സിന് വേണ്ടി, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ റാബിറ്റ്സിനെ ആ ഹൈഡിങ് പ്ലേസിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി അവർ ഈ വാള് തകർത്ത് എല്ലാം ചെയ്യുന്നത്. പക്ഷേ എന്താണ് റൈറ്റർ പറയുന്നത്? എന്താ? ഐ ഹാവ് കം ആഫ്റ്റർ ദെം ആൻഡ് മെയ്ഡ് റിപ്പയർ. അവരങ്ങനെ ഹണ്ടിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് പോയതിന് ശേഷം ഞാൻ അവരുടെ പുറകെ വന്ന് റിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇറ്റ് ഇസ് നോട്ട് ദ ഹണ്ടേഴ്സ്. ഹണ്ടേഴ്സ് എന്തിനു വേണ്ടിയാണ്? ആ റാബിറ്റിനെ കണ്ടുപിടിച്ച് ഈ ഡോഗ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. പക്ഷേ ഞാൻ അതിന് ശേഷം റിപ്പയർ ചെയ്തിട്ടുണ്ട്. ബട്ട് ദേ വുഡ് ഹാവ് ദ റാബിറ്റ് ഔട്ട് ഓഫ് ഹൈഡിങ് ടു പ്ലീസ് ദ യെൽപ്പിംഗ് ഡോഗ്സ്. The gaps, I mean, no one has seen them made or heard them made. പക്ഷേ ഈ ഗ്യാപ്സ്, ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഗ്യാപ്സിനെ കുറിച്ച് മാത്രമാണ് എന്ന് അദ്ദേഹം പറയുന്നു. ആരും അതിനെക്കുറിച്ച് കേട്ടിട്ടില്ല. എന്തൊക്കെയോ ഒരു നിഗൂഢത അല്ലേ, എന്തൊക്കെയോ ഒരു സസ്പിഷൻ അതിൻ്റെ പിന്നിലുണ്ട് എന്ന് അദ്ദേഹം ഊഹിക്കുന്നു. ആരും അങ്ങനെ ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടാക്കപ്പെടുന്ന അതിനെക്കുറിച്ച് പറഞ്ഞതും കേട്ടിട്ടില്ല, ആരും അതിനെക്കുറിച്ച് കണ്ടിട്ടുമില്ല. Then what is this? But at spring mending time we find them there. That is the suspicion or that is the mystery. ഓക്കെ, എന്താ അവിടെ പറയുന്നത്? ഈ ഗ്യാപ്പ് അങ്ങനെ ഉണ്ടാകുന്നത് ഇനി ഹണ്ടേഴ്സിൻ്റെ പണി ആയിരിക്കാം എന്ന് ഊഹിക്കാം, നമുക്ക് അങ്ങനെ ഒരു സാധ്യത പറയാം. പക്ഷേ എന്താ, അങ്ങനെയല്ല. കാരണം അവരെല്ലാം പോയതിന് ശേഷവും ഞാൻ അവിടെ റിപ്പയറിങ് മെൻഡിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരല്ല. പിന്നെന്താ, ആരും അങ്ങനെ ആ ഗ്യാപ്പ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതിനെക്കുറിച്ച് കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. പിന്നെന്താ, സ്പ്രിങ് സമയമാകുമ്പോഴേക്കും, ഓക്കെ, ഇറ്റ് ഈസ് വിൻ്റർ കഴിഞ്ഞിട്ട് സ്പ്രിങ് സമയത്താണ് ഇവർ രണ്ടുപേരും കണ്ടുമുട്ടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോയറ്റും നമ്മുടെ നെയ്ബറും, ഓക്കെ, ദ പോയറ്റ് ആൻഡ് ദ നെയ്ബർ, ഇവർ രണ്ടുപേരും ഒരു ദീർഘനാളത്തെ വിൻ്ററിന് ശേഷം സ്പ്രിങ് സമയത്താണ് അവർ കണ്ടുമുട്ടുന്നത്. അപ്പോൾ ആ സ്പ്രിങ് സമയത്ത് കണ്ടുമുട്ടുമ്പോൾ അതാ അവിടെ ഗ്യാപ്പ്, അവിടെ അത്രയും വലിയ ഒരു ഗ്യാപ്പ് അവിടെ റെഡിയാണ് അവർക്ക് വേണ്ടിയിട്ട്. ഇവിടെ വിൻ്റർ സീസൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ലെങ്തി. അപ്പോൾ അത്രയും നീണ്ട ഒരു വിൻ്റർ സീസൺ കഴിഞ്ഞിട്ട് അവർ സ്പ്രിങ് സമയത്ത് കണ്ടുമുട്ടാൻ വരുന്നതാണ്. അപ്പോൾ എന്തിനാണ് കണ്ടുമുട്ടാൻ വരുന്നത്? പിന്നെയും അവരുടെ ഇടയിൽ ഒരു ഡിവിഷൻ ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു വേർതിരിവ്, അല്ലെങ്കിൽ ആ ഒരു ബൗണ്ടറി അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ കണ്ടുമുട്ടുന്നത്. സോ ദേ ആർ ഗെറ്റിംഗ് യുണൈറ്റഡ് അഗെയിൻ ടു ബി ഡിവൈഡഡ്. സോ ദാറ്റ് ഈസ് ആൻ ഐറണി ഇൻ ഇറ്റ് സെൽഫ് അല്ലേ, അതിൽ തന്നെ ഒരു വിരോധാഭാസമുണ്ട്. ആൻഡ് ദെൻ I let my neighbor know beyond the hill, and on a day we meet to walk the line and set the wall between us once again. We keep the wall between us as we go. Okay, so now he says that he is a person who is living on one side, means our poet is a person who is living on one side, and the neighbor, he is living on the other side of a hill. അപ്പോൾ അവിടെ ഒരു ഹില്ലുണ്ട്,
അതിൻ്റെയും അപ്പുറത്താണ് ഈ നെയ്ബർ താമസിക്കുന്നത്. ഓക്കെ, സോ ഹിയർ ദർ ഇസ് ദ റൈറ്റർ, ദർ ഇസ് എ വാൾ, ദർ ഇസ് എ ഹിൽ ആൻഡ് ദെൻ there is the house of the neighbor. And on a day we meet to walk the line. We are walking through the line. ആ ലൈനിൻ്റെ അത്രയും നീളം, ലൈൻ എന്ന് പറയുന്നത് ആ മതിൽ, ഓക്കെ, ദ വാൾ. ആ വാളിൻ്റെ നീളത്തിൽ അവർ രണ്ടുപേരും, ഒരാൾ ഇപ്പുറത്തും ഒരാൾ അപ്പുറത്തും, അവർ രണ്ടുപേരും ഇങ്ങനെ നടന്ന് അവർ രണ്ടുപേരും നടന്ന് എന്താ ചെയ്യുന്നത്? ഏത് വശത്താണോ ഇങ്ങനെ ബൗൾഡേഴ്സ് അല്ലെങ്കിൽ ആ കല്ലുകൾ വീണിരിക്കുന്നത് ആ ഭാഗത്ത് അവർ റിപ്പയറിങ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പുറത്തേക്ക് വീണിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ഒരു സ്റ്റോൺ എടുത്ത് തിരിച്ചു വയ്ക്കും. ഈ സൈഡിലേക്കാണ് വീണിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോൺ എടുത്ത് തിരിച്ച് അവിടെ തന്നെ വയ്ക്കും. അങ്ങനെ നടന്ന് അവർ ആകെ ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? ദേ ആർ അഗെയിൻ റിപ്പയറിങ് ദെയർ ഡിവിഷൻ. ഓക്കെ, അവരൊരു സങ്കടം പങ്കുവയ്ക്കാൻ, ഒരു സൗഹൃദം പങ്കുവയ്ക്കാൻ അങ്ങനെയൊന്നുമല്ല. They are again repairing the wall. They are again being divided. ഫിസിക്കൽ ഡിവിഷൻ കൂടാതെ there is also mental division. അങ്ങനെയുള്ള കാര്യം കൂടിയും ആ ഒരു തീം കൂടിയും ഇതിൽ വരുന്നതാണ്. ഓക്കെ, and then to each the boulders that have fallen to each, and some are loaves and some so nearly balls. ഓക്കെ, അതിൽ അടുത്ത വരി നോക്കൂ. ടു ഈച്ച് ദ ബോൾഡേഴ്സ് ദാറ്റ് ഹാവ് ഫോളൻ ടു ഈച്ച്. ഓക്കെ, അവരങ്ങനെ നടന്ന് പോയിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്? ഇവിടെ ഈ ഒരു ഭാഗത്ത് ഒരു ബോൾഡർ, ഒരു സ്റ്റോൺ, ഒരു കല്ല്, സ്റ്റോൺ വിച്ച് ഇസ് ഇൻ എ റൗണ്ട് ഷേപ്പ് ഇസ് കോൾഡ് എ ബോൾഡർ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കല്ല് അവിടേക്ക് വീണ് പോയിട്ടുണ്ടെങ്കിൽ അതിന് പകരം എന്ത് ചെയ്യുന്നു? ഒന്നുകൂടി അവിടെ എടുത്തു വയ്ക്കുന്നു. ഈ സൈഡിലേക്ക് അതുപോലെ വീണിട്ടുണ്ടെങ്കിൽ അതിന് പകരം ഒന്നുകൂടി എടുത്തു വയ്ക്കുന്നു. ഈച്ച് ടു ഈച്ച്, അല്ലേ? ഒരു കല്ലിന് പകരം ഒരു കല്ല് അവിടെ വയ്ക്കുന്നു. ഓക്കെ, ഹി ഈസ് മേക്കിംഗ് എ കോമ്പൻസേഷൻ വിച്ച് ഹാസ് ഫോളൻ ഡൗൺ. ഓക്കെ, ആൻഡ് ദെൻ സം ആർ ലോവ്സ് ആൻഡ് സം സോ നിയർലി ബോൾസ്. സം സ്റ്റോൺസ് ആർ ഇൻ എ ഫ്ലാറ്റ് ഷേപ്പ്. ഓക്കെ, ഫ്ലാറ്റ്, അങ്ങനെയുള്ള ഒരു ഫ്ലാറ്റ് ഷേപ്പിലുള്ള കല്ലുകളാണ് ചിലതെല്ലാം. ലോവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമുക്കറിയാം ബ്രെഡിനെ ഇങ്ങനെ കഷ്ണമായി മുറിക്കുന്നത്. അങ്ങനെ ചില കല്ലുകൾ അങ്ങനെയാണ്. ചിലതെല്ലാം എങ്ങനത്തതാണ്? സോ നിയർലി ബോൾസ്. ചിലതെല്ലാം റൗണ്ട് ഷേപ്പിലുള്ള കല്ലുകളാണ്. വി ഹാവ് ടു യൂസ് എ സ്പെൽ ടു മേക്ക് ദം ബാലൻസ്, അല്ലേ? സ്പെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാജിക് സ്പെൽ എന്ന് പറയുന്നത്, അല്ലേ? ഒരു മന്ത്രവാദം അവിടെ പ്രയോഗിക്കേണ്ടി വരും ഞങ്ങൾക്ക്. നമ്മൾ എന്താ പറയുക, ഈ നിങ്ങളെല്ലാം കുട്ടികളായിരിക്കുമ്പോൾ ഡാഗിനിയും പിന്നെ അതേപോലെ തന്നെ കുട്ടൂസിൻ്റെയും ഒക്കെ കഥ വായിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? അവിടെ അവരുപയോഗിക്കുന്ന മാജിക് സ്പെൽ എന്താണ്? അവരുപയോഗിക്കുന്ന മാജിക് സ്പെൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അവരവിടെ ഉപയോഗിക്കുന്ന മാജിക് സ്പെൽ. അപ്പോൾ ആ മാജിക് സ്പെൽ പോലെ എന്തെങ്കിലും ഒരു മന്ത്രവാദം അവിടെ ഞങ്ങൾ ഉപയോഗിക്കണം. എന്നാൽ മാത്രമേ ഈ കല്ലുകൾ ഒന്നിനു മീതെ ഒന്നായി അവിടെ നിൽക്കുള്ളൂ എന്നാണ് അവിടെ റൈറ്റർ, അവിടെ നമ്മുടെ പോയറ്റ് പറയുന്നത്. സ്പെൽ അവിടെ ഇൻവേർട്ടഡ് കോമേഴ്സിൽ തന്നിട്ടുണ്ട്, നോക്കി നോക്കും. സ്റ്റേ വെയർ യു ആർ അൺടിൽ ആർ ബാക്സ് ആർ ടേൺഡ്. ഓക്കെ, നിങ്ങളവിടെ തന്നെ നിൽക്കണം. എന്താ? ഞങ്ങൾ തിരിച്ച് പോകുന്നത് വരേക്കും അവിടെ തന്നെ നിൽക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾ ചീട്ട് കൊട്ടാരമൊക്കെ ഉണ്ടാക്കി കളിച്ചിട്ടുണ്ടാവും ചെറുപ്പത്തിലൊക്കെ, അല്ലേ? അപ്പോൾ ഒന്നിനെ മീതെ ഒന്നിങ്ങനെ ചാരി വെക്കുന്ന സമയത്ത് എന്താ മനസ്സിൽ പറയുക? വീഴരുത് 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 എന്ന് പറയില്ലേ, അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ ദേ ആർ ഓൾസോ സെയിങ് എ സ്പെൽ. ഞങ്ങൾ തിരിച്ചു പോകുന്നത് വരേക്കെങ്കിലും നീ ഒന്ന് വീഴാതെ നിൽക്കണം എന്ന് പറഞ്ഞ് ഒരു മന്ത്രവാദം പറയുന്ന പോലെയൊക്കെ പറഞ്ഞാലേ അവിടെ നിൽക്കുള്ളൂ എന്നാണ് അവിടെ പോയറ്റ് വളരെ ഇമാജിനേറ്റീവായിട്ട് വളരെ നല്ല രീതിയിൽ അതിനെ പറയുന്നത്. നോക്കി നോക്കൂ. ആൻഡ് ദെൻ ഹി സേസ് സ്റ്റേ വെയർ യു ആർ അൺടിൽ ആർ ബാക്സ് ആർ ടേൺഡ് എന്ന് ആ റോക്സിനോട് പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞു. ദെൻ our fingers rough with handling them. Oh, just another kind of outdoor game. One on a side, it comes to little more. There where it is, we do not need the wall. He is all pine and I am all apple orchard. Says that this mending the wall, okay, this process of mending the wall is just a kind of outdoor game. ഇതൊരു തരത്തിലുള്ളൊരു ഔട്ട്ഡോർ ഗെയിം പോലെയാണ്, അല്ലേ? പുറമേ കളിക്കുന്ന, നമ്മൾ വീടിൻ്റെ പുറത്തൊക്കെ കളിക്കുന്ന ഒരു കളി, ക്രിക്കറ്റ്, ടെന്നീസ് അങ്ങനെയുള്ള ഒരു കളി, അതിനെയാണ് ഔട്ട്ഡോർ ഗെയിം എന്ന് പറയുന്നത്, അല്ലേ? എ ഗെയിം ദാറ്റ് നീഡ്സ് ലോട്ട് ഓഫ് സ്പേസ് ടു പ്ലേ. അപ്പം അങ്ങനെയുള്ളൊരു കളി പോലെയാണ്.
എന്താ 1 on each side, ഓരോ സൈഡിലും ഓരോ കളിക്കാർ എന്ന രീതിയിലാണ് ഈ ഒരു കളി. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കളി കളിക്കുന്ന സമയത്ത് വാട്ട് ഈസ് ഹാപ്പനിങ്, അവർ ഫിംഗേഴ്സ് ആർ ഗെറ്റിംഗ് റഫ്. ഇങ്ങനെ ബോൾഡേഴ്സ് എടുത്ത് വയ്ക്കുക, ഓരോന്ന് പിന്നെയും വീഴും, പിന്നെയും എടുത്ത് വയ്ക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഈ വിരലുകളെല്ലാം മുറിഞ്ഞു പോകുന്നു, അതിൻ്റെ തോലെല്ലാം പോകുന്നു, അത് വളരെ റഫായി മാറുന്നു എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ദെൻ ഹീ സേസ് ദാറ്റ് ഇറ്റ് കംസ് ടു എ ലിറ്റിൽ മോർ. ഇനി കളിക്കപ്പുറം അതിൽ അതിന് വേറൊരു പ്രാധാന്യം കൂടി ഉണ്ട് എന്ന് പെട്ടെന്നാണ് നമ്മുടെ പോയറ്റിന് ഒരു റെവലേഷൻ, ഒരു ഉൾവിളി പോലെ അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. അപ്പോൾ അതെന്താണ്? ഹീ സേസ് ദാറ്റ് ദെയർ വേർ ഇറ്റ് ഈസ് വി ഡു നോട്ട് നീഡ് ദ വാൾ. ഓക്കെ, കാരണം എന്താണ്, ഞങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വാളിൻ്റെ ആവശ്യം തന്നെ ഇല്ലല്ലോ എന്നാണ് പെട്ടെന്ന് അദ്ദേഹത്തിന് തോന്നുന്നത്. കാരണം എന്താണ്? ഹീ ഈസ് ഓൾ പൈൻ ആൻഡ് ഐ ആം ആപ്പിൾ ഓർച്ചാർഡ്, അല്ലേ? ബിക്കോസ് മൈ നെയ്ബർ ഹീ ഹാസ് ഓൾ പൈൻ ട്രീസ്. അദ്ദേഹത്തിനെല്ലാം പൈൻ മരങ്ങളാണുള്ളത്. എനിക്കോ എൻ്റെ മരങ്ങളെല്ലാം, എൻ്റെ ഭാഗത്തുള്ള മരങ്ങളെല്ലാം, എൻ്റെ സ്ഥലത്ത് ഞാൻ നട്ടിരിക്കുന്ന മരങ്ങളെല്ലാം ആപ്പിളിൻ്റേതാണ്. പിന്നെ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വേലിയോ മതിലോ ഇതൊന്നും കെട്ടേണ്ട ആവശ്യം തന്നെ ഇല്ലല്ലോ. ശരിയാണല്ലോ, അന്ന് അദ്ദേഹത്തിന് പെട്ടെന്ന് ഓർമ്മ വരുന്നു. ഓക്കെ, അപ്പോൾ പൈൻ മരങ്ങളുടെ ഫ്രൂട്ട്സ് എല്ലാം ഇങ്ങോട്ട് വന്ന് വീണാലും നമുക്ക് തിരിച്ചറിയാം. കാരണം എന്താണ്? ഇത് അദ്ദേഹത്തിൻ്റെയാണ്. ആപ്പിൾ അങ്ങോട്ട് പോയാലും നമുക്കറിയാം ഇത് ഇവരുടെയാണ് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും. പിന്നെ ഇപ്പം ഇങ്ങനെ ഒരു വേർതിരിവിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്ന് അദ്ദേഹം തന്നെ തിരിച്ചറിയുന്നു. My apple trees, he says next, my apple trees will never get across and eat the cones under his pine. I tell him. He only says, good fences make good neighbors. Spring is the mischief in me and I wonder if I could put a notion in his head. Okay. തൻ്റെ മനസ്സിൽ തോന്നിയ ആ ഒരു ഐഡിയാസ് അതങ്ങനെ ശരിക്കും ഇങ്ങനെ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടി കൈയെല്ലാം മുറിച്ച് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് തോന്നിയപ്പോൾ തൻ്റെ സുഹൃത്തിനോട് അത് പറഞ്ഞു കൊടുക്കുന്നു. എന്താ പറയുന്നത്? മൈ ആപ്പിൾ ട്രീസ് വിൽ നെവർ ഗെറ്റ് എക്രോസ് ആൻഡ് ഈറ്റ് ദ കോൺസ് അണ്ടർ ഹിസ് പൈൻ. അല്ലേ? എൻ്റെ ആപ്പിളിൻ്റെ മരങ്ങൾ തൻ്റെ പൈൻ മരങ്ങളുടെ അവിടെ പോയിട്ട് പൈനിൻ്റെ ഇങ്ങനെ കോൺസാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ അതിൻ്റെ ഫ്രൂട്ടൊന്നും ഒരിക്കലും എടുക്കുകയോ നശിപ്പിക്കുകയോ കഴിക്കുകയോ ഒന്നും ചെയ്യില്ല. പിന്നെന്താ? ഐ ടെൽ ഹിം, ഐ ഗിവ് ഹിം മൈ തോട്ട് ആൻഡ് ദെൻ ഹീ ഓൺലി സേസ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം ആകെ പറയുന്ന ഒരു കാര്യം എന്താണ്? ഒരു ജ്ഞാനിയായ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം എന്താണ്? ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. ഫെൻസ് ഉണ്ടെങ്കിൽ അവിടെ നമ്മുടെ സൗഹൃദം ഒരു കുഴപ്പവുമില്ലാതെ നിലനിൽക്കും എന്ന് അദ്ദേഹം അവിടെ ഒരു സെയിങ് പറയുന്നു. ഓക്കെ, ഒരു ആഡിജ്. നമ്മളെല്ലാം ഇതിന് നമ്മുടെ ഫസ്റ്റ് ലെസണിൽ ആഡിജ് എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ അതേപോലെ ഉള്ള ഒരു പഴഞ്ചൊല്ല്, ഒരു ആഡിജാണ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നല്ല മതിലുകൾ ഉണ്ടെങ്കിലാണ് അവിടെ നല്ല സൗഹൃദം നിലനിൽക്കുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ അങ്ങനെ ശരിയാണോ എന്ന് ഇദ്ദേഹം ആലോചിക്കണം. ദെൻ ഹി അഗെയിൻ ട്രൈസ് ടു കൺവിൻസ് ഹിസ് ഫ്രണ്ട്. അതെങ്ങനെയാണ് പറയുന്നത് നോക്കും. സ്പ്രിങ് ഇസ് ദ മിസ്ചീഫ് ഇൻ മീ. ഓക്കെ, ഈ സ്പ്രിങ് ആയ സമയത്ത് പിന്നെയും എനിക്ക് ഈ തോന്നൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അയാളെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കാം എന്ന് ഇരിക്കുന്നു. അപ്പോൾ സ്പ്രിങ് ഇസ് ദ മിസ്ചീഫ് ഇൻ മീ എന്നാണ് പറയുന്നത്, അല്ലേ? എൻ്റെ ഈ ഒരു കുസൃതി, എൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ ഒരു കുസൃതി തരം അത് പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു കാലമാണ് ഈ സ്പ്രിങ്. ഓക്കെ, സ്പ്രിങ് സമയത്താണല്ലോ മെൻഡിങ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എനിക്ക് തോന്നാൻ തുടങ്ങും ഇത് ഇയാളെ പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്ന് കൺവിൻസ് ചെയ്യിക്കാം എന്ന് അദ്ദേഹത്തിന് തോന്നാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് എന്താണ്? ആൻഡ് ഐ വണ്ടർ, എന്നിട്ട് ഞാൻ ആലോചിക്കാൻ തുടങ്ങും. ഇഫ് ഐ കുഡ് പുട്ട് എ നോഷൻ ഇൻ ഹിസ് ഹെഡ്. ഈ ഒരു ചിന്ത അല്ലെങ്കിൽ ഈ ഒരു വിചാരം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും ഞാൻ അദ്ദേഹത്തിൻ്റെ ആ തലയിൽ എങ്ങനെയെങ്കിലും കയറ്റാൻ കഴിഞ്ഞാലോ എനിക്ക് എന്ന് അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷ തോന്നാൻ തുടങ്ങും സ്പ്രിങ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ. വൈ ഡു ദേ മേക്ക് ഗുഡ് നെയ്ബേഴ്സ്? ഇസ്ൻറ്റ് ഇറ്റ് വേർ ദർ ആർ കൗസ്? അല്ലേ? അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പറയുന്ന ഒരു കാര്യം ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്ന് പറയുന്നു നമ്മുടെ നെയ്ബർ. അപ്പോൾ അദ്ദേഹം പറയുന്ന ആ ഒരു കാര്യം ആലോചിക്കുന്നു. അങ്ങനെ എന്തിനാ? അതിൻ്റെ ആവശ്യം എന്താ? വൈ ഡു ദേ മേക്ക് ഗുഡ് നെയ്ബേഴ്സ്? അതെങ്ങനെയാണ് അങ്ങനെ സാധിക്കുന്നത്? ഫെൻസ് ഉണ്ടെങ്കിലാണ് അവിടെ നല്ല അയൽക്കാരുണ്ടാവുക. അതെങ്ങനെയാണ്? ഇസ്ൻറ്റ് ഇറ്റ് വേർ ദർ ആർ കൗസ്?
ഇനി എൻ്റെ വീട്ടിൽ പശുക്കളുണ്ട്, ആടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ജീവികളുണ്ട്, അത് നിങ്ങളുടെ അവിടെ വന്നു നിങ്ങളുടെ ഫ്രൂട്ട്സ് കഴിച്ചു, അല്ലേ, നിങ്ങളവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന എന്തെങ്കിലും നശിപ്പിച്ചു, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഐ എഗ്രി വിത്ത് യു ദാറ്റ് ദീസ് ഫെൻസസ് വിൽ ഹെൽപ്പ്. ബിഫോർ ഐ ബിൽഡ് എ വാൾ ഐഡ് ആസ്ക് to know what I was walling in or walling out, and to whom I was like to give offense. ഓക്കെ, ഇനി ഈ ഒരു വാൾ ഉണ്ടാക്കുന്നതിന് മുൻപേ തന്നെ എനിക്ക് അറിയണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു, ഞാൻ എന്തിനെയാണ് അവിടെ തടഞ്ഞു നിർത്തുന്നത്, വാളിങ് ഇൻ ആൻഡ് വാളിങ് ഔട്ട്. ഓക്കെ, വാട്ട് ആം ഐ കീപ്പിംഗ് ടു മൈ സൈഡ് ആൻഡ് വാട്ട് ആം ഐ നോട്ട് അലൗവിങ് ടു ഗെറ്റ്. ഇങ്ങനെ വാൾ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് ആരെയാണ് ഞാൻ നിരാശപ്പെടുത്തുന്നത്? ഞാനിവിടെ ഒരു വാൾ പണിയുന്നില്ല, അല്ലെങ്കിൽ നമുക്കിത് വേണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ, ഐ വോണ്ട് ടു നോ ദാറ്റ് എന്ന് നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നു, അല്ലേ? നമ്മളുടെ പേരൻസൊക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയും, അങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ ഇങ്ങനെ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും, അതെന്താ അങ്ങനെ എന്ന് ചോദിക്കുന്നുണ്ടാവും, അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. അതേ കാര്യം തന്നെ. സോ ഹിയർ ഹീ ഈസ് ടേക്കിംഗ് ദ പ്ലേസ് ഓഫ് എ മോഡേണിസ്റ്റ് and our neighbor is a traditional person. Okay, so ആ ട്രഡീഷണൽ വാല്യൂസ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനാണ് അദ്ദേഹത്തിന് താല്പര്യം. ഹി സ്റ്റിക്സ് ഓൺ ടു ഹിസ് ട്രഡീഷണൽ വാല്യൂസ് ആൻഡ് ആർ പോയറ്റ്, ഇറ്റ് മേ ബി റോബർട്ട് ഫ്രോസ്റ്റ് ഹിംസെൽഫ്, our poet, he sticks on to his modern values which he has cultivated at the same time while he was mending the wall. അല്ലേ, അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ആ ഒരു ഐഡിയ, ആ ഒരു നോഷൻ എല്ലാം വരുന്നത്. And now he wants to convince or to give this idea to his friend. തൻ്റെ ഫ്രണ്ടിനും ഈ ഒരു ഐഡിയ കൊടുക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്തെന്നെ ചെയ്താലും ഫ്രണ്ട് എന്തേ പറയുള്ളൂ? നോ. It is a saying or it is an age old saying that good fences make good neighbors and I will follow that. എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നു. And then he says, something there is that doesn't love a wall. Again he repeats the same line, something there is that doesn't love a wall, that wants it down. I could say elves to him, but it's not elves exactly, and I'd rather he said it for himself. ഓക്കെ, അപ്പോൾ അദ്ദേഹം അവിടെ പറയുന്നത് എന്താണ്? ഇറ്റ് മേ ബി എൽവ്സ് എന്ന് പറയുന്നത് സം മാജിക്കൽ ക്രിയേച്ചേഴ്സ്, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ജീവികളായിരിക്കും. അവരുടെ ആ ഫെൻസ് ഇഷ്ടപ്പെടാത്ത എന്തോ ഒന്നുണ്ട് ഇവിടെ എന്ന് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, അല്ലേ? ഫസ്റ്റ് ലൈൻ അത് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. നെയ്ബർ അതിനെ സമ്മതിക്കുന്നില്ല. നോ ഇറ്റ് isn't not elves exactly, അത് എൽവ്സ് ഒന്നും ആയിരിക്കില്ല എന്ന് പറയുന്നു. ആൻഡ് എന്താ, I'd rather he said it for himself. ഇനി എൽവ്സ് അല്ലെങ്കിൽ why don't you say for yourself? What is it then? I see him there bringing a stone grasped firmly by the top in each hand, like an old stone savage armed. Okay, now when he is saying all these things, he sees his neighbor, his friend, coming from a distance, catching a boulder in each arm. അത് ആ രണ്ട് കയ്യിലും ഓരോ കല്ലുകൾ ഇങ്ങനെ പെറുക്കി പതുക്കെ ഇങ്ങനെ നടന്നു വരുന്നതാണ് കാണുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ പറയുന്നത് എന്താണ്? ഹീ ബ്രിങ്ങിങ് എ സ്റ്റോൺ ഗ്രാസ്ഡ് ഫേംലി ബൈ ദ ടോപ്പ് ഇൻ ഈച്ച് ഹാൻഡ്. അല്ലേ, നമ്മൾ കല്ല് സാധാരണ ഇങ്ങനെ അല്ലേ നമ്മൾ ഇങ്ങനെയാണ് എടുക്കുന്നത്, പക്ഷേ അദ്ദേഹം അത് ബൈ ദ ടോപ്പ് മുകളിലൂടെയാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ രണ്ട് കയ്യിലും മുകളിലൂടെ ഇങ്ങനെ പിടിച്ചിട്ട് വെൻ ആ പോയറ്റ് സീസ് ദ നെയ്ബർ he thinks that he is a savage എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോൺ ഏജ് മാൻ, അല്ലേ? നമ്മൾ നിയാന്തർത്തൽ മാൻ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു പുരാതന മനുഷ്യൻ അങ്ങനെ കല്ലും എല്ലാം പെറുക്കി ഇങ്ങനെ പതുക്കെ നടന്നു വരുന്നത് പോലെയാണ് അയാളെ കണ്ടപ്പോൾ തോന്നിയത്. ഇറ്റ് ഈസ് സിമ്പിൾ ദാറ്റ് ഹീ റെഫേഴ്സ് ടു ഹിസ് ഐഡിയാസ്, അദ്ദേഹത്തിൻ്റെ പഴയ ചിന്താഗതികൾ, ഹിസ് ട്രഡീഷണൽ വാല്യൂസ്, അതിനെ ഇങ്ങനെ മുറുക്കെ പിടിച്ച് വീഴാതെ സൂക്ഷിച്ച് പിടിച്ച് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ആ സ്റ്റോൺസിന് പകരം. അപ്പോൾ അങ്ങനെ ആ സ്റ്റോൺസ് എന്ന് പറയുന്നത് ആർ ഹിസ് വാല്യൂസ് ആൻഡ് ഹീ ഈസ് ഹോൾഡിങ് ഓൺ ടു ഹിസ് വാല്യൂസ് ആസ് എ സാവേജ് പേഴ്സൺ. ഒരു സാവേജ് പേഴ്സൺ എങ്ങനെയാണോ അതുപോലെ അതിനെ മുറുക്കെ പിടിച്ച് ഇങ്ങോട്ട് വരുന്നത് പോലെ. അപ്പോൾ ആ ഒരു പഴയ കാല മനുഷ്യനെ കാണുന്നത് പോലെയാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. ഓക്കെ,
And then he says that he moves in darkness as it seems to me, not of woods only and the shade of trees. He will not go behind his father's saying, and he likes having thought of it so well. He says again, good fences make good neighbors. Okay, അപ്പോൾ അദ്ദേഹം അവിടെ പറയുന്നു എന്താണ്, ഹി മൂവ്സ് ഇൻ ഡാർക്ക്നെസ് ആസ് ഇറ്റ് സീംസ് ടു മീ. അദ്ദേഹത്തിന് കണ്ടു കഴിഞ്ഞാൽ എന്താ തോന്നുന്നതെന്ന് അറിയോ, ആസ് ഇഫ് ഹീ ഈസ് മൂവിങ് ഇൻ എ ഡാർക്ക് ഏരിയ, അല്ലേ, ഇരുട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നത്. He is walking in the darkness. And in the second line he says that we might think that it is the darkness caused by the shade of the trees, അല്ലേ, ആ മരങ്ങളുടെ എന്താ ഷെയ്ഡ്, അത് കാരണമുണ്ടായ ഡാർക്ക്നെസ് ആണ് എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷെ അദ്ദേഹം അവിടെ കറക്ഷൻ നടത്തുന്നുണ്ട്. എന്താ, മരങ്ങളുടെ തണലൊന്നും അല്ല ആ ഡാർക്ക്നെസ്, എന്താ, നോട്ട് ഓഫ് വുഡ്സ് ഓൺലി ആൻഡ് ദ ഷെയ്ഡ് ഓഫ് ട്രീസ് എന്ന് പറയുന്നു, അല്ലേ. ആ മരങ്ങളുടെ ഷെയ്ഡ് മാത്രം കാരണം ഉണ്ടാകുന്ന ഡാർക്ക്നെസ് അല്ല, ഇറ്റ് ഈസ് ദ ഡാർക്ക്നെസ് ഓഫ് ഹിസ് തോട്ട്സ്, ഹിസ് ഐഡിയോളജീസ്, അല്ലേ, ഇരുട്ട് നിറഞ്ഞ അല്ലെങ്കിൽ ഇരുട്ട് കൂടിയ പഴയ ചിന്താഗതികൾ. ഓക്കെ, ദ ട്രഡീഷണൽ വാല്യൂസ്, നോട്ട് ഓൾ ട്രഡീഷണൽ വാല്യൂസ് ആർ ഡാർക്ക്. ഓക്കെ, ഐ എം നോട്ട് ഓഫ് ദാറ്റ് ഒപ്പീനിയൻ. മാറ്റേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മാറ്റണം. ഓക്കെ, അപ്പോൾ അദ്ദേഹം അവിടെ ആ ഡാർക്ക്നെസ്സിനെ ഉദ്ദേശിക്കുന്നത് ആർ ദോസ് വാല്യൂസ് which need to be changed as time passes by. നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ, അസത്തോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ എന്ന് പറയും, അല്ലേ. ഇരുട്ടിൽ നിന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ ആ ഇരുട്ടിനെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയാലോ, അപ്പോൾ ആര് വിചാരിച്ചാലും വെളിച്ചത്തിലേക്ക് കടക്കാൻ കഴിയില്ല. സോ ആ നെയ്ബർ ഈസ് സച്ച് എ പേഴ്സൺ. അതിൻ്റെ എക്സാമ്പിൾ അടുത്ത വരിയിൽ പറയുന്നു. കാരണം എന്താണ്, ഹി വിൽ നോട്ട് ഗോ ബിഹൈൻഡ് ഹിസ് ഫാദേഴ്സ് സേയിങ്. അച്ഛൻ പറഞ്ഞു തന്ന കാര്യമാണ് ഈ ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ തൻ്റെ അച്ഛനോട് അദ്ദേഹത്തിൻ്റെ അച്ഛനായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, അങ്ങനെ ട്രഡീഷൻ അങ്ങനെ പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ പുരാതനമായി പറഞ്ഞു തന്ന കാര്യങ്ങൾ ഒരിക്കലും അദ്ദേഹം വിട്ടുകൊടുക്കുന്നില്ല. ഹി വിൽ നോട്ട് ഗോ ബിഹൈൻഡ് ദ ഫാദേഴ്സ് സേയിങ്. And he likes having thought of it so well. And അദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ റൈറ്ററിന് മനസ്സിലായി അതിനെക്കുറിച്ച് ഒന്നും കൂടി ഇരുത്തി ചിന്തിച്ചു. Okay, the poet has tried to convince him in many ways. Okay, he said that your trees and my trees will not be mingled, our fruits will not be mixed. Okay, and we don't have cows, so why do we need a wall എന്നൊക്കെ പറയാൻ ശ്രമിച്ചു. So he is thinking again, okay, what does my neighbor says and what are my values, what are my father's values. Okay, that are not my values, that are my father's values, അല്ലേ. അച്ഛൻ പറഞ്ഞു തന്ന കാര്യങ്ങളാണ്, അല്ലാതെ ഞാൻ സ്വയം ചിന്തിച്ച കാര്യങ്ങളല്ല. ദെൻ ആഫ്റ്റർ തിങ്കിങ് ഓൾ ദോസ് തിങ്സ് ഹി അഗെയിൻ സെഡ്, ആലോചിച്ച് കഴിഞ്ഞിട്ടും പിന്നെയും പറയുന്നത് എന്താണെന്ന് നോക്കൂ, നോ, ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. I have to say again that good fences make good neighbors. Okay, that is the final verdict. അപ്പോൾ അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഫൈനൽ ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയൊന്നും പറ്റില്ല, നല്ല ഫെൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ നല്ല നെയ്ബേഴ്സും ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ അവിടെ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഇൻ എ സൊസൈറ്റി ഹ്യൂമൻ ബീയിങ്സ് വോണ്ട് the company of others, they yearn for the company of others. Okay, മറ്റ് മനുഷ്യരുടെ കമ്പനി എന്തായാലും ആൾക്കാർക്ക് വേണം, പക്ഷേ there too they fear them, they yearn them at the same time they fear it. Okay, വേണമെന്ന് ഉണ്ട്, പക്ഷേ അതേസമയം തന്നെ പേടിയുമുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു അവസ്ഥയാണ് ഇവിടെ നമുക്ക് ഈ നെയ്ബറിൻ്റെ കാര്യത്തിൽ കാണാൻ കഴിയുന്നത്. കാരണം എന്താണ്, ഗുഡ് ഫെൻസ് വേണം, ഒരു ഡിവിഷൻ എന്തായാലും വേണം, അത് ഉറപ്പാണ്. പക്ഷേ എന്തിനു വേണ്ടിയാണ് ആ ഡിവിഷൻ? താൻ എനിക്കൊരു ഗുഡ് നെയ്ബർ ആയിരിക്കണം, അല്ലെങ്കിൽ ഞാൻ തനിക്കൊരു ഗുഡ് നെയ്ബർ ആയിരിക്കണം, അല്ലേ, ഒരു നല്ല അയൽക്കാരനായിരിക്കണം എന്നുള്ളതിന് വേണ്ടി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഐ ഡു വോണ്ട് യുവർ കമ്പനി, ഐ ഡു വോണ്ട് യു ആസ് മൈ നെയ്ബർ, ആസ് മൈ ഫ്രണ്ട്, അതിനു വേണ്ടി തന്നെയാണ് ഈ ഒരു ഡിവിഷൻ അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ ഹ്യൂമൻ നേച്ചർ, നമ്മുടെ ഒരു നേച്ചർ അങ്ങനെയാണ്. നമുക്ക് സമൂഹം വേണം, നമുക്കൊരു സൊസൈറ്റി വേണം, എന്നാൽ ഒരുപാടങ്ങ് അടുത്തേക്ക് വരാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ടെൻഡൻസി അവിടെ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഈച്ച് പേഴ്സൺ ടു പേഴ്സൺ. ചിലവർക്ക് അങ്ങനെ ഒരു ഡിവിഷൻ വരുമ്പോൾ മനസ്സിൽ തന്നെ ഒരു അകൽച്ച തോന്നിയേക്കാം, എന്നാൽ ചിലവർക്ക് അങ്ങനെ ഒരു ഡിവിഷൻ ഉള്ളപ്പോഴാണ് ഒരു
എന്താ കോൺഫിഡൻസ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഡിഫേഴ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഇത്രയും അതിൻ്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷനാണ്. ഇത് നമുക്ക് ലൈൻസ് എല്ലാം കണ്ടിട്ട് അതിൻ്റെ ഒപ്പം തന്നെ കേൾക്കാനും വായിക്കാനും ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ആ പോയട്രീൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഇൻറ്റർപ്രിട്ടേഷൻ എന്താണ് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. Now let's look at some major ideas and also the poetic devices used in the poem. The main idea that the poet wants to convey is about man-made divisions, അല്ലെ, മനുഷ്യനിർമ്മിതമായിട്ടുള്ള വേർതിരിവുകൾ. അത് പല രീതിയിലുണ്ട്. The wall conveys a symbolic meaning of separation. ആ വാൾ എന്ന് പറയുന്നത് സെപ്പറേഷൻ, വേർതിരിവ്, അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് അവിടെ നിലനിൽക്കുന്നത്. This separation works on various level. It works in the name of nationality, religion, caste and race, അല്ലേ. നമ്മുടെ മനസ്സിലുള്ള എല്ലാ തരത്തിലുള്ള വേർതിരിവുകളെയും സൂചിപ്പിക്കുന്ന ഒന്നാണ് ഈ വാൾ എന്ന് പറയുന്നു. അത് എന്തിൻ്റെ പേരിലാണെങ്കിലും, നാഷണാലിറ്റി ആവട്ടെ, അല്ലെങ്കിൽ റിലീജിയൻ ആവട്ടെ, ഒരു നിറമാവട്ടെ, അല്ലെങ്കിൽ ജെൻഡർ ആവട്ടെ, അങ്ങനെ എന്താണെന്നുണ്ടെങ്കിലും അതിൻ്റെ പ്രതീകമായി നിലനിൽക്കുന്ന ഒന്നാണ് ഈ വാൾ എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ ഓപ്പറേറ്റ്സ് ഓൺ ദ ലൈൻസ് ഓഫ് സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഡിവിഷൻസ്, അല്ലേ. നമ്മുടെ സമൂഹത്തിലും നമ്മുടെ രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ എക്കണോമിക്, അല്ലേ, പണമുള്ളവൻ ഇല്ലാത്തവൻ, അങ്ങനെ ഒരുപാട് തലത്തിൽ ഈ ഒരു വേർതിരിവ് നിലനിൽക്കുന്നു. ദ വാൾ മേ ബി എ സേഫ്റ്റി ഫോർ സം. ഓക്കെ, വാൾ എന്ന് പറയുന്നത് ചിലവർക്ക് അതൊരു സംരക്ഷണം എന്ന രീതിയിൽ ആയേക്കാം. പക്ഷേ ഇറ്റ് ഈസ് ഓൾസോ എ റീസൺ ഫോർ ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. മറ്റുള്ളവരുടെ വിഷമമോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ ആ വാളിനപ്പുറത്ത് നിൽക്കുന്ന ആളുടെ വികാരം മനസ്സിലാക്കാനുള്ള ഒരു താല്പര്യമില്ലായ്മ നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്നു. ഓക്കെ, ഇതിൻ്റെ നേരെ വിപരീതമായിട്ട് നമ്മുടെ ഒരു മലയാള സിനിമയുണ്ട്, മതിലുകൾ എന്ന് പറയുന്നത്. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും, അല്ലെ. ഒരു മതിലിന് അപ്പുറത്തും ഇപ്പുറത്തും നിന്നിട്ട് രണ്ട് വ്യക്തികൾ പരസ്പരം കാണുന്നത് പോലുമില്ല, പക്ഷേ എല്ലാം പരസ്പരം സംസാരിച്ച് മനസ്സിലാക്കിയെടുക്കുന്നു, അല്ലേ. അത് നമ്മളീ പറയുന്ന ഐഡിയയ്ക്ക് നേരെ വിപരീതമായിട്ടുള്ള ഒരു ഐഡിയയാണ്, അല്ലേ. The poem can be considered as a criticism of modern world where we have refugee crisis, terrorist attacks and border conflicts. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും, റെഫ്യൂജികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭയാർത്ഥികൾ, അവർ ഓരോ നാട്ടിലേക്ക് കടന്നു കയറുന്ന അതിൻ്റെ പ്രശ്നങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ടെററിസ്റ്റ് അറ്റാക്ക്. നമ്മളിപ്പോൾ അടുത്ത് തന്നെ നമ്മൾ കണ്ടു, ഇന്ത്യ ചൈനയുമായിട്ട് ബോർഡർ കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സമകാലീനമായിട്ടുള്ള കാര്യങ്ങൾക്കും ഒരു ക്രിറ്റിസിസം എന്ന നിലയിൽ ഈ ഒരു കവിത പ്രവർത്തിക്കുന്നു. Now when we come to the poetic devices, we can say that the poem is written in blank verse. Blank verse-ൽ എഴുതപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ there is an irregular rhyme scheme to this poem. There is only one speaker and it is written in a narrative style, അല്ലേ. ഒരു വ്യക്തി നമ്മളോട് സംസാരിക്കുന്ന രീതിയിൽ, ഒരു കൊളോക്കിയൽ ആയിട്ടുള്ള ഒരു രീതിയിൽ എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ രീതിയിലാണ് അത് എഴുതപ്പെട്ടിട്ടുള്ളത്. The poet uses the devices such as inversion in the line, there is something that doesn't love a wall, which should actually be there is something that doesn't love a wall, അല്ലെ. ഇൻവേർഷൻ, ആ രണ്ട് വരികളൊന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ രണ്ടും തല തിരിച്ച് വെച്ചിരിക്കുകയാണ്, the words. Okay, then he uses metaphor in the line, there and some are loaves and some nearly balls. ചില കല്ലുകൾ ലോവ്സ് പോലെയാണ്, അല്ലേ. അവിടെ ലൈക്ക് എന്നോ ആസ് എന്നോ ഒക്കെ മാറ്റിയിട്ട് നേരിട്ട് ദേ ആർ ലോവ്സ് എന്ന് പറഞ്ഞിരിക്കുന്നു, ആൻഡ് ബോൾസ് അങ്ങനെ നേരിട്ട് അങ്ങനെയാണ് എന്ന് പറയുന്നതാണ് മെറ്റഫർ എന്നുള്ളത്. He uses hyperbole when he says that he has to cast a spell to make the rocks stand still, അല്ലേ. അദ്ദേഹം ഒരു എക്സാജറേഷൻ അവിടെ നടത്തുന്നുണ്ട്. ആ റോക്സിനെ അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഞാനൊരു മന്ത്രവാദമൊക്കെ ചൊല്ലിയിട്ടാണ് അവിടെ ആ റോക്സിനെ അങ്ങനെ നിർത്തുന്നത് എന്നൊക്കെ പറയുന്നത് കുറച്ചൊരു എക്സാജറേഷനാണ്. Then he uses personification when he gives the apple trees the ability to walk and eat. ഓക്കെ, അദ്ദേഹം അവിടെ എൻ്റെ ആപ്പിൾ ട്രീസ് അദ്ദേഹത്തിൻ്റെ മതിൽ കടന്നു പോയി അവരുടെ കോൺസ് കഴിക്കില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ട്രീക്ക് നടന്നു പോയി കഴിക്കാനുള്ള ഒരു എബിലിറ്റി കൊടുക്കുമ്പോൾ ഹീ ഈസ് പേഴ്സോണിഫൈയിങ് ഇറ്റ്. സിമിലി ഈസ് ഓൾസോ യൂസ്ഡ് വെൻ ഹി കമ്പയർസ് ഹിസ് നെയ്ബർ ടു എ സാവേജ്, അല്ലേ. ആ ഒരു വരി
നമുക്ക് ഓർമ്മയുണ്ടാവും. അദ്ദേഹം സ്വന്തം നെയ്ബറിനെ ഒരു സാവേജ് ആണ് എന്ന് പറയുന്നു, അല്ലേ, ഒരു പുരാതന മനുഷ്യനാണ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ അവിടെ ലൈക്ക് ഉപയോഗിച്ചിട്ടാണ് അവിടെ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് സിമിലി. Then he again uses refrain by repeating the lines, good fences make good neighbors. ഒരേ ലൈൻ തന്നെ ഒന്നിലധികം തവണ ഒരു കവിതയിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റിഫ്രെയിൻ എന്ന് പറയുന്നത്. ഈ ഒരു ലൈൻ, ഈ ഒരു ആഡിജ് എന്ന് പറയുന്നത്, അത് ഒന്നിലധികം തവണ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. He has also used alliteration in abundance. For example, walling in and walling out. അദ്ദേഹം ഇവിടെ ആലിട്രേഷൻ പല സ്ഥലങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ ഒരു എക്സാമ്പിളാണ് ഇവിടെ തന്നിട്ടുള്ളത്, വാളിങ് ഇൻ ആൻഡ് വാളിങ് ഔട്ട്. നമ്മൾ ആ കവിത ഒന്ന് എടുത്ത് വായിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയും ആലിട്രേഷൻ്റെ ഉദാഹരണങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും. ഇത്രയുമാണ് റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ മെൻഡിങ് വാൾ എന്ന് പറയുന്ന കവിത. അപ്പോൾ ഇത് വായിച്ച് നോക്കിയിട്ട് ഒരു അപ്രീസിയേഷൻ സ്വന്തമായി എഴുതാൻ നോക്കുക. എന്തെങ്കിലും സംശയങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. താങ്ക് യു ആൻഡ് ടേക്ക് കെയർ.